ലിറ്റിൽ തോട്ട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ചാണ്. ബർമുഡ ട്രയാങ്കിളിനെ കുറിച്ച് നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ട്. ഇവിടെ എത്തിയാൽ പിന്നെ റേഡിയോ വർക്ക് ചെയ്യത്തില്ല, മാഗ്നറ്റിക് കോമ്പസുകൾ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും, ഏകദേശം എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഇവിടെ വന്നാൽ വർക്ക് ചെയ്യത്തില്ല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചിലർ അവകാശപ്പെടുന്നത് ഇവിടെ UFOയുടെ സാന്നിധ്യമുണ്ടെന്നും അതവർ നേരിട്ട് കണ്ടിട്ടുണ്ട് എന്നൊക്കെയാണ്. ഈ പ്രദേശത്തെ കുറിച്ചുള്ള കഥകൾക്ക് ഏതാണ്ട് 500 വർഷത്തിലധികം പഴക്കമുണ്ട്. 1492 ക്രിസ്റ്റഫർ കൊളംബസ് ഏതാണ്ട് ഈ പ്രദേശത്തോട് അടുത്തെത്തിയപ്പോൾ തന്റെ വടക്ക് നോക്കി യന്ത്രങ്ങൾ നിശ്ചലമായി എന്ന് തന്റെ ഓർമ്മക്കുറിപ്പുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ യാത്രക്കിടയിൽ തന്റെ കപ്പലിന്റെ ഡെക്കിൽ നിന്ന് ആകാശത്തേക്ക് നോക്കിയപ്പോൾ ഒരു വിചിത്രമായ തീഗോളം താൻ അവിടെ കണ്ടു എന്നും നോക്കി നിൽക്കുമ്പോൾ തന്നെ താഴെ കടലിൽ വന്ന് പതിച്ചു എന്നൊക്കെ അദ്ദേഹം എഴുതി ചേർത്തിട്ടുണ്ട്. 1505 ഈ പ്രദേശം ആദ്യമായി കണ്ടെത്തുന്ന സ്പാനിഷ് നാവികൻ ജുവാൻ ബർമുഡസിന്റെ പേരിൽ നിന്നാണ് ബർമുഡ എന്ന പേരുണ്ടായത്. ബർമുഡ ട്രയാങ്കിൾ എന്നത് അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പല രഹസ്യങ്ങളും കഥകളും ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു നിഗൂഢ പ്രദേശമാണ്. ഫ്ലോറിഡയിലെ മയാമി, പ്യൂർട്ടോറിക്കോ, ബർമുഡ ദ്വീപ് ഇത് മൂന്നും കൂടിച്ചേരുന്ന ഒരു സാങ്കല്പിക ത്രികോണമാണ് ബർമുഡ ട്രയാങ്കിൾ. എന്തുകൊണ്ടാണ് ബർമുഡ ട്രയാങ്കിൾ ഇത്രയും പ്രശസ്തമാകാൻ കാരണം? ഇവിടെ വിമാനങ്ങളും കപ്പലുകളും അപ്രത്യക്ഷമായ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറയപ്പെടുന്നു. കാരണം സംബന്ധിച്ച പല തിയറികളും ഉണ്ടെങ്കിലും ശാസ്ത്രീയപരമായി നോക്കുമ്പോൾ കടുത്ത കാലാവസ്ഥ, ശക്തമായ ഓഷ്യൻ കറന്റ്സ്, മനുഷ്യപ്പിഴവുകൾ, പിന്നെ കടുത്ത ചുഴലിക്കാറ്റ്, പിന്നെ വലിയ തിരമാലകൾ, ഏലിയൻ ആക്ടിവിറ്റി പോലെയുള്ള വിചിത്രമായ സിദ്ധാന്തങ്ങളും ഒക്കെയാണ് പ്രധാന കാരണങ്ങൾ. ശാസ്ത്രീയ കാഴ്ചപ്പാട് എന്തെന്നാൽ ഭൂരിഭാഗം ഗവേഷകരും പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളും മനുഷ്യപ്പിഴവുകളുമാണ് പ്രധാന കാരണമെന്നാണ്. വടക്കു നോക്കിയ യന്ത്രങ്ങൾക്ക് ചലനശേഷി നഷ്ടപ്പെടുന്ന വിമാനങ്ങളും കപ്പലുകളും ദിശ തെറ്റി അല്ലെങ്കിൽ ഈ ഭൂതലത്തിൽ നിന്ന് തന്നെ മറഞ്ഞു പോകുന്ന ബർമുഡ ട്രയാങ്കിൾ എന്ന നിഗൂഢമായ പ്രദേശത്തിന്റെ കഥ കേട്ടുകേൾവികൾക്കും കെട്ടുകഥകൾക്കും അപ്പുറമാണ്. ഇനി നമുക്ക് ബർമുഡ ട്രയാങ്കിളിൽ നടന്ന പ്രധാന വിമാന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യം 1945 നടന്ന ഫ്ലൈറ്റ് 19 ദുരന്തമാണ്. അമേരിക്കൻ നേവിയുടെ 5 TBM അവഞ്ചർ ടോർപിഡോ ബോംബർ യുദ്ധവിമാനങ്ങൾ പരിശീലന പറക്കലിനിടെ ബർമുഡ ട്രയാങ്കിളിൽ കാണാതായി. ഇവയെ റെസ്ക്യൂ ചെയ്യാൻ പോയ 14 പേരടങ്ങുന്ന റെസ്ക്യൂ വിമാനവും ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായി. ഇത് ബർമുഡ ട്രയാങ്കിളെ കൂടുതൽ പ്രശസ്തമാക്കി. ഇനി രണ്ടാമത് വരുന്നത് 1948 ജനുവരി 30 നടന്ന സ്റ്റാർ ടൈഗർ എന്ന ദുരന്തവും 1949 ജനുവരി 17 നടന്ന സ്റ്റാർ ഏരിയൽ എന്ന ദുരന്തവുമാണ്. രണ്ടും ബ്രിട്ടീഷ് സൗത്ത് അമേരിക്കൻ എയർവേസിന്റെ വിമാനങ്ങളാണ്. രണ്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ മുകളിലൂടെ പോയപ്പോൾ അപ്രത്യക്ഷമായി. ഇതിന്റെ രണ്ടിന്റെ അവശിഷ്ടങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇനി നമുക്ക് ബർമുഡ ട്രയാങ്കിളിൽ നടന്ന പ്രധാന കപ്പൽ ദുരന്തങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യം വരുന്നത് 1918 നടന്ന USS സൈക്ലോപ്സ് കപ്പൽ ദുരന്തമാണ്. 300-ലധികം യാത്രക്കാരും 10,000 ടണ്ണിലധികം ചരക്കും ഉൾക്കൊള്ളുന്ന US നേവിയുടെ പടുകൂറ്റൻ കാർഗോ ഷിപ്പാണ് USS സൈക്ലോപ്സ്. ഇത് 1918 ബർമുഡ ട്രയാങ്കിളിൽ അപ്രത്യക്ഷമായി. ഇനി രണ്ടാമത് വരുന്നത് 1872 നടന്ന മേരി സെലസ്റ്റ് എന്ന കപ്പൽ ദുരന്തമാണ്. ഇത് ഇച്ചിരി വ്യത്യസ്തമായിട്ടുള്ള ദുരന്തമാണ്. ഈ കപ്പൽ ബർമുഡ ട്രയാങ്കിളെ അനാഥമായ നിലയിൽ കണ്ടെത്തി. പക്ഷേ ഇതിന്റെ ചരക്കുകൾ അതാത് സ്ഥാനത്ത് തന്നെ ഉണ്ടായിരുന്നു. ക്രൂ മെമ്പേഴ്സിനെ കണ്ടെത്താനും സാധിച്ചിട്ടില്ല. ഇനി മൂന്നാമത് വരുന്നത് 1963 നടന്ന മറൈൻ സൾഫർ ക്യൂൻ എന്ന കപ്പൽ ദുരന്തമാണ്. 17,000 ടൺ സൾഫറും 39 ക്രൂവുമായി പോയ കപ്പൽ ബർമുഡ ട്രയാങ്കിൾ എത്തിയപ്പോഴത്തേക്കും അപ്രത്യക്ഷമായി. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയ വിശദീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാമത് തന്നെ ഭീകരമായ കാലാവസ്ഥയാണ്.
ചുഴലിക്കാറ്റുകൾ, ശക്തമായ തിരമാലകൾ തുടങ്ങിയവ. രണ്ടാമത് വരുന്നത് മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന വ്യത്യാസങ്ങൾ കൊണ്ടായിരിക്കാം നാവിഗേഷൻ പിഴവ് വരുന്നത്. മൂന്നാമത് വരുന്നത് മാനവ പിഴവുകൾ, എന്ന് വെച്ചാൽ മനുഷ്യർ മൂലം ഉണ്ടാകുന്ന പിഴവുകളാണ് മാനവ പിഴവുകൾ. നാലാമത് വരുന്നത് മീഥേൻ ഗ്യാസ് പൊട്ടിത്തെറികൾ, എന്ന് വെച്ചാൽ മീഥേൻ ഗ്യാസ് എക്സ്പ്ലോഷൻ. ഇതുവരെ ഈ മീഥേൻ ഗ്യാസ് എക്സ്പ്ലോഷൻ എന്ന് പറഞ്ഞാൽ ഈ മീഥേൻ ഗ്യാസ് പൊട്ടിത്തെറിക്കുന്നതോടെ വെള്ളത്തിന്റെ സാന്ദ്രത കുറയും. ഇത് കപ്പലുകൾ മുങ്ങാൻ ഇടയാക്കും തുടങ്ങിയ വിശദീകരണങ്ങൾ ശാസ്ത്രജ്ഞർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സത്യത്തിൽ ബർമുഡ ട്രയാങ്കിളിന് ശാസ്ത്രീയമായി നിശ്ചയിച്ച അതിരുകളില്ല. സാധാരണയായി പറയുന്നത് മയാമി, പ്യൂർട്ടോറിക്കോ, ബർമുഡ എന്നീ 3 സ്ഥലങ്ങൾ കൂടിച്ചേരുന്ന 4,40,000 സ്ക്വയർ മൈൽസ് വിസ്തൃതിയുള്ള സാങ്കല്പിക ത്രികോണമാണ് ബർമുഡ ട്രയാങ്കിൾ എന്നാണ്. അതായത് ബർമുഡ ട്രയാങ്കിൾ ഏകദേശം ഇന്ത്യയുടെ 1/3 വലിപ്പം വരുന്ന ഒരു വലിയ സമുദ്ര പ്രദേശമാണ്. സത്യത്തിൽ ബർമുഡ ട്രയാങ്കിളിൽ നടക്കുന്നത് എന്താണ്? ഇതുമായി ബന്ധപ്പെട്ട് പല തിയറികളും നിലവിൽ വന്നിട്ടുണ്ട്. അറ്റ്ലാന്റിസ് തിയറി, ഗൾഫ് സ്ട്രീം തിയറി, അങ്ങനെ പലതും. പക്ഷെ അതിൽ ഏറ്റവും ശരിയെന്ന് നമ്മളെ തോന്നിപ്പിക്കുന്ന ഒരു തിയറി ഉണ്ട്, ഫ്രീക്വൻസി ഇല്യൂഷൻ തിയറി. ഇതും നമ്മുടെ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഇതിൽ പറയുന്നത് നമ്മളൊരു വസ്തുവിനെ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് നമ്മൾ എവിടെ കാണുന്നു അതിലേക്ക് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ആവും. ഉദാഹരണത്തിന് നിങ്ങളൊരു വാഹനം എടുക്കുകയാണ്. അതിനു മുമ്പ് ഈ വാഹനം അവിടെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ അത് കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ ആ വാഹനം എടുത്തതിന് ശേഷം നിങ്ങൾ അതിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എവിടെ നോക്കിയാലും അത് കാണുന്നതായി നിങ്ങളുടെ ബ്രെയിൻ നിങ്ങളെ തോന്നിപ്പിക്കും. ഇതാണ് ഫ്രീക്വൻസി ഇല്യൂഷനിലൂടെ തെളിയിക്കുന്നത്. എന്ന് വെച്ചാൽ ബർമുഡ ട്രയാങ്കിളിലും സാധാ ദുരന്തങ്ങൾ തന്നെയാണ് നടക്കുന്നത്. സാധാ കടലിൽ നടക്കുന്നത് പോലെയാണ് നടക്കുന്നത്. പക്ഷേ ബർമുഡ ട്രയാങ്കിളിലെ കഥകൾ പെരുപ്പിച്ച് ജനങ്ങൾ ബാക്കിയുള്ളിടത്ത് നടക്കുന്ന ദുരന്തങ്ങൾ സൗകര്യപൂർവ്വം മറന്നു കളയുന്നു. പകരം ഇവിടെ നടക്കുന്ന ഏറ്റവും ചെറിയ ദുരന്തങ്ങൾ വരെ അത് എടുത്തിട്ട് അത് പെരുപ്പിച്ച് പറയുന്നു. ഇതാണ് സത്യത്തിൽ ഈ ഇല്യൂഷനിലൂടെ പറയുന്നത്. ബർമുഡ ട്രയാങ്കിൾ സത്യത്തിൽ അത്ഭുതകരമായ സ്ഥലമൊന്നുമല്ല. അത് ശക്തമായ കാലാവസ്ഥയും ഭീകരമായ കടൽ പ്രക്ഷോഭവുമുള്ള ഒരു മേഖല മാത്രമാണ്. അതായത് ബർമുഡ ട്രയാങ്കിൾ നിഗൂഢ പ്രദേശമായി പ്രശസ്തമായാലും ശാസ്ത്രപരമായി അതിന് പ്രത്യേകിച്ച് അത്ഭുത ശക്തികളൊന്നുമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കിയപ്പോൾ ബർമുഡ ട്രയാങ്കിളിൽ സാധാ കടലിൽ നടക്കുന്ന ദുരന്തങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതും അത് തന്നെയാണ്. പക്ഷേ കാലങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന മിസ്റ്ററി മോങ്കറിങ് ജേർണലിസം, അതെന്ന് വെച്ചാൽ ചെറിയൊരു കാര്യം കിട്ടിയാൽ അതിനെ പെരുപ്പിച്ച് പറയുക, അത് നടക്കുന്നത് കൊണ്ടാണ് ഈ ബർമുഡ ട്രയാങ്കിൾ ഇത്രയും പ്രശസ്തമാകാൻ കാരണം എന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. നിങ്ങൾക്ക് എന്താ തോന്നിയതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.